ക്ലിയർ മൈ ഡോക്കിൻ്റെ ഡോക്യുമെൻ്റ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഡോക്യുമെൻ്റ് സ്റ്റോറിയുടെ ആദ്യ എപ്പിസോഡാണ്. ഞങ്ങൾ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുൻപിലേക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ ആളുകളുടെ പേരോ അതല്ലെങ്കിൽ ഡോക്യുമെൻ്റ് നമ്പറുകളോ ഡോക്യുമെൻ്റ് ഒന്നും വെളിപ്പെടുത്താതെ കാര്യങ്ങൾ പറയുക എന്നതാണ് ഡോക്യുമെൻ്റ് സ്റ്റോറി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ക്ലിയർ മൈ ഡോക്കിൻ്റെ ഒരു വീഡിയോ കണ്ട് ഞങ്ങളുടെ നമ്പറിൽ ഒരു ക്ലയൻറ്റ് ബന്ധപ്പെട്ട് ഞാനുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നെയിം ചേഞ്ചിങ് ആയിരുന്നു. പേര് മാറ്റണം. എന്നെ പണ്ട് മുതലേ വിളിക്കുന്ന പേര്, അറിയപ്പെടുന്ന പേരൊക്കെ ഒന്നാണ്, പക്ഷേ എൻ്റെ ഡോക്യുമെൻറ്റിൽ കിടക്കുന്നത് മറ്റൊരു പേരാണ്. അഡ്രസ്സിലേക്ക് ഒരു കത്ത് വന്നാൽ പോലും അത് എനിക്ക് ലഭിക്കില്ല. കാരണം അങ്ങനെ ഒരു പേരുള്ള കാര്യം എൻ്റെ നാട്ടുകാർക്ക് അറിയില്ല. അങ്ങനെ പേരൊക്കെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ച് നിൽക്കുന്ന സമയത്താണ് SLC ബുക്കിലെ ജനന തീയതിയും മറ്റുള്ള രേഖകളിലെ ജനന തീയതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ജനന സർട്ടിഫിക്കറ്റിൽ രജിസ്ട്രേഷൻ തീയതിയുണ്ട്. അത് ജനന തീയതിയായിട്ടാണ് SLC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുമ്പോൾ 15 വർഷം പൂർത്തിയായിട്ടില്ല. ഇനി ആകെ 3-4 മാസത്തെ മാറ്റം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ 15 വർഷം പൂർത്തിയായാൽ പിന്നീട് സർക്കാരിൽ നിന്ന് സ്പെഷ്യൽ ഓർഡറൊക്കെ എടുത്തിട്ട് വേണം ഇത് തിരുത്താൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ജനന തീയതി തിരുത്താനുള്ള നടപടി ആരംഭിച്ചു. അപേക്ഷ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തിരുവനന്തപുരം പരീക്ഷാ ഭവനിലേക്ക് അയക്കുകയും ചെയ്തു. സർട്ടിഫിക്കറ്റിലെ ജനന തീയതിയിലെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നെയിം ചേഞ്ചിങ് നടത്താം എന്ന ഉറപ്പിലാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. ഒരു 6 മാസം കൊണ്ടൊക്കെ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.